ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞങ്ങൾ അരി അരക്കാൻ ഇടുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അരി അരഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് വാരുന്നതാണ് കാണുന്നത് കേട്ടോ. അത് വാരി ഒരു പാത്രത്തിലോട്ട് വെക്കും കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇങ്ങനെ ഒരു ഇല എടുത്തിട്ട് കുറേ ഇല എടുത്തിട്ട് കുഞ്ഞിപ്പത്തലിൻ്റെ രൂപത്തിൽ പരത്തിയിട്ട് അത് സ്റ്റീമറിലിട്ട് വേവിച്ചെടുക്കും കേട്ടോ. അതിനുള്ള ചമ്മന്തി റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് മുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമുക്ക് അതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് കറക്കിങ് എടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എല്ലപ്പം ദോശയൊക്കെ വെച്ചിട്ടാൽ കുട്ടികൾക്ക് മടുക്കൂലേ, അതുകൊണ്ട് ഇടയ്ക്ക് മാറ്റി പിടിക്കും കേട്ടോ. അത് വറവിടാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാത്രം വെച്ച് അത് ചൂടായ ശേഷം ഈ ഒരു വറവിടുന്ന സാധനം അതിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. കുറച്ച് ഓയിലും ചേർത്തിട്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ വറവിടാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്ത് വന്നാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ചമ്മന്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ മാറ്റി പിടിച്ചാൽ മക്കൾക്കൊക്കെ ഒരിഷ്ടമായിരിക്കില്ലേ. എന്നിട്ട് ആ ഒരു ചമ്മന്തിൻ്റെ പച്ചമണം പോയാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കുഞ്ഞിപ്പത്തിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. മീൻകറി ഇറച്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാനും കഴിയും കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.